ബാക്ക് ടു സാലൻ ലേണിംഗ്. അഖില മിസ് ആണ്. സോ നമ്മുടെ EVS എക്സാം ബാക്കി നിൽക്കുവാണ് അല്ലേ. അപ്പൊ നമ്മുടെ EVSൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: റൈറ്റ് ദ നെയിം ആൻഡ് ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് എനി 2 birds ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ അല്ലെ. ഒരു പട്ടിക തന്നിട്ടുണ്ട്. അപ്പൊ പട്ടിക നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഫിസിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് അഡ്വാൻറ്റേജസ് ആണ് അല്ലെ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പരുന്ത്, ഈഗിളിനെ അവിടെ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പറയുവാണ് അതിന്റെ ശരീരത്തിന്റെ പ്രത്യേകതയാണ് വളഞ്ഞ ചുണ്ടും കൂർത്ത നഖങ്ങളും അല്ലെ. ഇതുകൊണ്ട് അതിനുള്ള പ്രയോജനം എന്താണ്? ഇരയെ റാഞ്ചാനും എളുപ്പത്തിൽ കൊത്തിക്കീറാനും സാധിക്കും അല്ലെ. കേർവ്ഡ് ബീക്ക് ആൻഡ് ഷാർപ്പ് നെയിൽസ് ആണ് അതിന്റെ എന്തായിട്ടുള്ളത് ഫിസിക്കൽ ഫീച്ചർ ആയിട്ട് കൊടുത്തത്. അതിന്റെ അഡ്വാൻറ്റേജും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഏതെങ്കിലും 2 ബേർഡ്സിനെ വെച്ച് നമ്മൾ ഈ ടേബിൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ ഈസി ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള കുറച്ച് ആളുകളുണ്ട് അല്ലെ. അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ടേബിൾ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഡക്ക് ആൻഡ് ക്രെയിൻ ആണ്. അപ്പൊ നമ്മുടെ താറാവും ഉണ്ട്, അതുപോലെ തന്നെ ആരും ഉണ്ട്? കൊക്കും ഉണ്ട്. അപ്പൊ താറാവിനെ പറ്റി പറയുവാണെങ്കിൽ താറാവിന്റെ ചുണ്ടിന്റെ പ്രത്യേകത നമുക്കറിയാം അല്ലെ. ഫ്ലാറ്റ് ബീക്ക് ആൻഡ് വെബ്ഡ് ഫീറ്റ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഫ്ലാറ്റ് ബീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പരന്ന ചുണ്ടുകളാണ്. ആൻഡ് വെബ്ഡ് ഫീറ്റ് നമുക്കറിയാം അല്ലെ, ചർമ്മബന്ധിതമായിട്ടുള്ള പരന്ന കാലുകളാണ്. ഇത് രണ്ടും ഇതിനെ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? വെള്ളത്തിൽ നിന്ന് ഇര പിടിക്കാനും നീന്താനും അല്ലെ. കാരണം ഇതിന്റെ പ്രത്യേകത നമുക്കറിയാം. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് ലാൻഡിലും വാട്ടറിലും ജീവിക്കാറുണ്ട്. സോ അവിടെ 2 സ്ഥലത്തും ഇതിന് എന്ത് ചെയ്യണം? ഇര പിടിക്കാൻ പറ്റണം, ഫുഡ് എടുക്കാൻ പറ്റണം അല്ലെ. അപ്പൊ അതിന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആൻഡ് വെബ്ഡ് ഫീറ്റ് എന്ന് പറയുന്നത് സ്വിമ്മിങ്ങിനും എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ ആൻസർ എഴുതുവാണ്. ആൻഡ് അടുത്ത ആളാരാണ്? ക്രെയിൻ ആണ് അല്ലെ. ഇപ്പൊ ക്രെയിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കൊക്കിനല്ലേ, കൊക്കിനെ പറ്റിയാണ്. അപ്പൊ കൊക്കിന്റെ എന്താണ് പ്രത്യേകത? ലോങ് ലെഗും ലോങ് പോയിന്റഡ് ബീക്കും ആണ് അല്ലെ. വളരെ എന്താണ്? നീണ്ട കൊക്കാണ്, നീണ്ട കാലുകളാണ്. ഇത് എന്തിനു വേണ്ടി സഹായിക്കും? ഹെൽപ്സ് ടു സ്റ്റാൻഡ് ഇൻ വാട്ടർ വൈൽ കാച്ചിങ് പ്രേ യൂസിങ് ലോങ് ബീക്ക് അല്ലെ. അപ്പൊ വെള്ളത്തിൽ നിന്നുകൊണ്ട് ഇരയെ പിടിക്കാൻ, വെള്ളത്തിലല്ലേ ഇത് എപ്പോഴും അല്ലെ, വെള്ളത്തിലല്ലേ ഉണ്ടാവുക, വയലിലൊക്കെ നമ്മൾ കാണാറില്ലേ. അപ്പൊ അവിടെ നിന്നുകൊണ്ട് ഇര പിടിക്കാൻ വേണ്ടി ഇതിനെ സഹായിക്കുന്നതാണ് ഇതിന്റെ ചുണ്ടുകളും കാലുകളും എന്ന് പറയുന്നത്. ഇതേപോലെ നമ്മൾ വുഡ് പേക്കർ അല്ലെ, മരം കൊത്തിയിടതും പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് തന്നെ എഴുതണമെന്നൊന്നും മിസ് ഒരിക്കലും പറയില്ല. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. കൃത്യമായിട്ട് അതിന്റെ ശരീരത്തിന്റെ പ്രത്യേകത എഴുതുക. ആ പ്രത്യേകത ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അത് എന്ത് ചെയ്യുന്നുണ്ടാവുക? അതിന്റെ ഫുഡ് അല്ലെ, അതിന്റെ ഇര പിടിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രയോജനങ്ങൾ അവയ്ക്ക് ഉണ്ടായിരിക്കും. അത് എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ടേബിളിൽ എഴുതിയാൽ മതി. നമുക്കൊരു ബിഗ് ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്: ഹു ഈസ് നോൺ ആസ് ബേർഡ് മാൻ ഓഫ് ഇന്ത്യ? യെസ്, നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലെ, ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? നമ്മൾ എന്നും പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. നമ്മൾ എപ്പോഴും പറയാറുണ്ട്. LSS ബേസ്ഡ് ആണെങ്കിലും ഇനി അതല്ല നമ്മുടെ ക്ലാസ് ബേസ്ഡ് ആണെങ്കിലും നമ്മൾ പറയാറുണ്ട്. ഡോക്ടർ ആരാണ്? സലീം അലി ആണ് അല്ലെ. അദ്ദേഹമാണ് ബേർഡ് മാൻ ഓഫ് ഇന്ത്യ അഥവാ ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇദ്ദേഹത്തിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ ഓർത്തിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി, തട്ടേക്കാട് പക്ഷി സങ്കേതം എന്താണ്? ഇദ്ദേഹത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് അല്ലെ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരുന്നു. സ്വന്തമായിട്ടൊന്ന് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് മക്കൾ നോക്കുക. കാരണം പറയാൻ മാത്രമല്ല, നമുക്ക് എഴുതാനും കൂടെ പറ്റണം. എന്നാലേ എക്സാമിന് നമുക്ക് എന്ത് കിട്ടുന്നുള്ളൂ? മുഴുവൻ മാർക്കും കിട്ടുന്നുള്ളൂ അല്ലെ. അപ്പൊ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ മിസ് പറയുവാണ്. യെസ്, നമ്മുടെ പ്രാണ ബാച്ചിൽ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ ബാച്ചിന്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഇനിയുള്ള എക്സാമുകളും LSS ഒക്കെ നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കണം. സോ നമ്മുടെ പ്രാണ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. പറഞ്ഞത് മറക്കരുത്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ബൈ.